നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലം വരുന്നതിന് മുന്നോടിയായി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൊടുങ്ങല്ലൂരിൽ വീട് നിർമ്മാണ സ്ഥലത്തു നിന്ന് മോട്ടോർ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ കാറ്ററിംഗിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 2 പ്രതികൾ പിടിയിൽ. ചേർപ്പ് വല്ലച്ചിറയിൽ വില്ലേജ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. മഴക്കാലം വരുന്നതിന് മുന്നോടിയായി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ നടക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ നാട്ടിക പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃപ്പയാറിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികളും അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതോടനുബന്ധിച്ച് നമ്മൾ ഓരോ വാർഡുകളിലും ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ നമ്മൾ തൃപ്പയാറ് പാലം മുതൽ തൃപ്പയാറ് സെൻറ്റർ 2 സൈഡും ഒക്കെ വൃത്തിയാക്കുകയാണ്. ഇനി തുടർന്നും വാർഡുകളിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. നമ്മളുടെ ജനങ്ങൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് പകർച്ചവ്യാധികളൊന്നും വരാതെ നല്ലൊരു ആരോഗ്യരംഗത്ത് നല്ലൊരു ഉയർച്ച ഉണ്ടാകാനായിട്ട്, അവർക്ക് യാതൊരു രോഗങ്ങളും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഹെൽത്തും അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാം ഒന്നിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം നമ്മുടെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളുണ്ട്, തൊഴിലുറപ്പ് സഹോദരിമാരുണ്ട്. എല്ലാവരും ഇന്നൊരു സേവനമായി തന്നെയാണ് ഇന്നത് ഇവിടെ നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കുമുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷൗക്കത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത നന്ദിയും പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരം പുരക്കൽ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, സിന്ധു സിദ്ധപ്രസാദ്, കെ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടിക SN കോളേജിലെ NSS വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് സ്റ്റാഫുകൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാപ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ വീട് നിർമ്മാണ സ്ഥലത്തു നിന്ന് മോട്ടോർ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. ലോകമലേശ്വരം എരിശ്ശേരിപ്പാലം ദേശം പച്ചക്കൽ വീട്ടിൽ സജീറിനെയാണ് പോലീസ് പിടികൂടിയത്. ലോകമലേശ്വരം മുസ്ലിസ് നഗർ പൂത്തോട്ട വീട്ടിൽ റഷീദ് എന്നയാളുടെ ഉടമസ്ഥതയിൽ മുസ്ലിസ് നഗറിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന വീട്ടിൽ നിന്നാണ് മോഷണം നടന്നത്. ഇവിടെ വെള്ളം പമ്പ് ചെയ്യാനായി സ്ഥാപിച്ചിരുന്ന 6500 രൂപ വില വരുന്ന ഇലക്ട്രിക് മോട്ടോറാണ് പ്രതി കവർന്നത്. കഴിഞ്ഞ മെയ് 15 വൈകിട്ട് 5:30 മെയ് 16 രാവിലെ 8:30 ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. ഉടമസ്ഥന്റെ പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതിയെ വേഗത്തിൽ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സജീർ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ 2 മോഷണക്കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജോയ് PT, സബ് ഇൻസ്പെക്ടർമാരായ വിവേക്, ശിവശങ്കരൻ, GASI തോമസ്, CPO വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂരിൽ കാറ്ററിംഗിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 2 പ്രതികൾ പിടിയിൽ. എറിയാട് അബ്ദുള്ള റോഡ് സ്വദേശികളായ വലിയകത്ത് വീട്ടിൽ ഫൈസൽ, മുനക്കൽ വീട്ടിൽ കുഞ്ഞു തസ്ലീം എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാത്രി 7:15 എറിയാട് അബ്ദുള്ള റോഡിന് സമീപത്തു നിന്നാണ് ചുവന്ന സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന MDMAയും ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 25,200 രൂപയും സഹിതം പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ലഹരി കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഫൈസലിന്റെ വീട്ടിലും പോലീസ് വിശദമായ പരിശോധന നടത്തി. കാറ്ററിംഗ് ജോലിയുടെ മറവിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലെ കടകളിലെ ജീവനക്കാർക്കും സ്വകാര്യ ബസ് ജീവനക്കാർക്കും ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് ഫൈസലിന്റെ പതിവായിരുന്നു.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ്, നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം, ഡാൻസ് ഓഫ് എസ്ഐമാരായ ജയകൃഷ്ണൻ, സതീശൻ, മൂസ, ഷൈൻ, എസ്ഐമാരായ ലിജു, ഇയാനി, ബിന്നു, റെജി, ജീവൻ, SPOമാരായ ബിജു, സോണി, CPO സുർജിത് സാഗർ എന്നിവരും കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ SIമാരായ വിവേക്, ഫാസിൽ, റഹ്മാൻ, പ്രൊബേഷൻ SI അറാഫത്ത്, ASI രാജീവ്, CPOമാരായ ഷെരീഫ്, ജിഷ ജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചേർപ്പ് വല്ലച്ചിറയിൽ വില്ലേജ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. വെങ്ങണിശ്ശേരി സ്വദേശി കോരൻ വീട്ടിൽ മിഥുൻ, പഴുവിൽ സ്വദേശി മാപ്പൂലിൽ വീട്ടിൽ നിഷിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വല്ലച്ചിറ വില്ലേജ് ഓഫീസറായ വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി ഇത്തിക്കാട്ട് വീട്ടിൽ ഷിനോദ്, വില്ലേജ് അസിസ്റ്റന്റ് അരിമ്പൂർ സ്വദേശി കാരണയിൽ വീട്ടിൽ ഷാജി എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും ടിപ്പർ ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. മിഥുന്റെ അനധികൃത മണ്ണുകടത്ത് മുൻപ് വില്ലേജ് ഓഫീസർ പിടികൂടിയതിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ബുധനാഴ്ച വൈകിട്ട് വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് സംഭവം. പറമ്പിൽ നിന്നും ടിപ്പർ ലോറിയിൽ അനധികൃതമായി മണ്ണ് കയറ്റുന്നത് കണ്ട് മണ്ണെടുക്കുന്നതിന് അനുമതി പത്രമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് വില്ലേജ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും പ്രതികൾ കയ്യേറ്റം ചെയ്യുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് ഇരുവരുടെയും നേരെ ടിപ്പർ ലോറി അതിവേഗത്തിൽ ഓടിച്ചു കയറ്റി അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ടിപ്പർ ലോറി ഇടിച്ച് ഇരുവരുടെ സ്കൂട്ടറിനും ബൈക്കിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മണ്ണ് ഖനനം ചെയ്യാൻ ഉപയോഗിച്ച JCB വാഹനം, പ്രതികളുടെ കാർ, മണ്ണ് കടത്താൻ ഉപയോഗിച്ച ടിപ്പർ ലോറി എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ചേർപ്പ് SI K ഷിജു, CPOമാരായ അനീഷ്, ധനീഷ്, സിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചാവക്കാട് ടോറസ് ലോറി ഇടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. തിരുവത്ര കോട്ടപ്പുറം സ്വദേശി 68 വയസ്സുള്ള കൊല്ലാബി നൂറുദ്ദീനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് ചാവക്കാട് മെയിൻ റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപമാണ് അപകടം. സൈക്കിളിൽ പോവുകയായിരുന്ന നൂറുദ്ദീനെ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. തുടർന്ന് നൂറുദ്ദീൻ ലോറിക്കടിയിലേക്ക് തെറിച്ചു വീഴുകയും ലോറിയുടെ ചക്രം നൂറുദ്ദീന്റെ തലയിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നൂറുദ്ദീൻ മരിച്ചു. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തും കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പകർച്ചവ്യാധി പ്രതിരോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പൊക്ലായ് കലാഭവൻ മണി ഹാളിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM ആൽഫ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PP പ്രസീദ, MA ബിനീഷ്, ഹസീന റഷീദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ നമൃത, പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ TP ദേവദാസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ KG രഞ്ജിത്ത്, കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ രമേശ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനായ ശ്യാം കുമാർ, KCB സബ് എഞ്ചിനീയർ ബിജു, മതിലകം മൃഗാശുപത്രി ഡോക്ടർ PA സന്തോഷ്, എമ്മാട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ GB ജോർജ്, കഴിവിലങ്ങ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെൽബിയ ജോൺസൺ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. അന്തിക്കാട് സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പുസ്തക ചന്തയുടെയും പഠനോപകരണ സാമഗ്രികളുടെയും ഉദ്ഘാടനം സംഘം സബ് കമ്മിറ്റി കൺവീനർ AV ശ്രീവത്സൻ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് TJ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PS ഭാസ്കരൻ, ബോർഡ് അംഗം M കൃഷ്ണൻകുട്ടി, സംഘം സെക്രട്ടറി IS ഷോണിമ എന്നിവർ പങ്കെടുത്തു. വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ നോട്ടുപുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കോണത്തുകുന്ന് സ്വദേശിയായ 85-കാരനിൽ നിന്ന് 4,11,00,000 തട്ടിയെടുത്ത കേസിൽ തട്ടിപ്പ് സംഘം തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിലായി. മലപ്പുറം പാണ്ടിക്കാട് കുറ്റിപ്പുള്ളി സ്വദേശി അല്ലപ്പുറ വീട്ടിൽ ഋഷിക് രാജയെയാണ് പാണ്ടിക്കാട് നിന്നും സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് പണത്തിൽ ഉൾപ്പെട്ട 7,99,000 രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു വാങ്ങുകയും പിന്നീട് ഈ തുക ചെക്ക് മുഖേന പിൻവലിച്ച് മറ്റ് പ്രതികൾക്ക് കൈമാറി കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്തതിനാണ് ഋഷിക്കിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വില്ലടത്തുള്ള ബാറിൽ വെച്ച് കുരിയച്ചിറ മറ്റാമ്പുറം സ്വദേശിയെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ പ്രതി പിടിയിൽ. നിരവധി കേസുകളിലെ പ്രതിയായ പൊങ്ങളങ്കാട് സ്വദേശി അരിമ്പൂർ വളപ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിയൂർ SHO
നിമിഷി ത്രിപാഠിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പുതുക്കാട് ബസാർ റോഡിലെ വാച്ച് കടയിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. തൊട്ടടുത്ത കാടുകൂടിയ പറമ്പിൽ നിന്നാണ് പാമ്പെത്തിയതെന്ന് പറയുന്നു. സ്നേക് റെസ്ക്യൂ ടീം അംഗം ദിനേശ് ആമ്പല്ലൂരെത്തി ഏറെ നേരം പ്രയത്നിച്ചാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ വനപാലകർക്ക് കൈമാറി. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പ് വൃത്തിയാക്കി ഇഴജന്തുക്കളുടെ ശല്യം ഒഴിവാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പാർസൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എയ്ഷർ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMA-യും 4 LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തു. ലഹരി കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ SP-V കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാത കൊടകര പേരാമ്പ്ര ഫ്ലൈ ഓവറിന് സമീപം പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഏഷ്യർ ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് കണ്ടെത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AR കാർഗോ പാർസൽസ് കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. ഡാൻസ് ടീമംഗങ്ങളായ SI-മാരായ P ജയകൃഷ്ണൻ, സതീശൻ മട്ടപ്പാടിൽ, PM മൂസ, TR ഷൈൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളത്തെ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം കീഴൂർ സ്വദേശി വടക്കേ തലക്കൽ വീട്ടിൽ ബാബുവാണ് അപകടത്തിൽ മരിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേക്ക് സമീപം രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ലോറിയുടെ സൈഡിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് നഗരമധ്യത്തിൽ ചരക്ക് ലോറി ഇടിച്ച് കടകൾ തകർന്നു. കടക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന കടയുടമ രക്ഷപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും അരികയറ്റി പറവൂരിലേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുമ്പോഴാണ് നഗരമധ്യത്തിലെ ചക്കാല സ്റ്റോഴ്സിലേക്കും സമീപത്തെ ബാർബർ ഷോപ്പിലേക്കും ഇടിച്ചു കയറിയത്. അപകട സമയത്ത് ബാർബർ ഷോപ്പ് ഉടമ ശ്രീരാമൻ ഷോപ്പിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ടുണർന്നപ്പോൾ കടയുടെ മുൻഭാഗം തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. കട തകർന്നതിനാൽ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് ചക്കാല സ്റ്റോഴ്സ് ഉടമ ഹുസൈൻ ചക്കാലക്കൽ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കുറുക്കഞ്ചേരി സോണൽ ഓഫീസിൽ മോഷണം. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പ് മോഷ്ടാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിൻവാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. ഓഫീസിലെ എല്ലാ മുറികളുടെയും പൂട്ട് തകർത്ത നിലയിലാണ്. ഹെൽത്ത് വിഭാഗം ഓഫീസിൽ വെച്ചിരുന്ന 2000 രൂപ മോഷണം പോയി. നെടുപുഴ പോലീസ് കേസെടുത്തു. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ചേറ്റുവ പാലത്തിലെ കുഴികൾ. പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാക്കാത്തതിനാൽ ദിനംപ്രതി വൻ തിരക്കാണ് ചേറ്റുവ പാലത്തിൽ അനുഭവപ്പെടുന്നത്. കണ്ടെയ്നർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ചേറ്റുവ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കുഴികളടച്ച് വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലം വരുന്നതിന് മുന്നോടിയായി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൊടുങ്ങല്ലൂരിൽ വീട് നിർമ്മാണ സ്ഥലത്തു നിന്ന് മോട്ടോർ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ കാറ്ററിംഗിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 2 പ്രതികൾ പിടിയിൽ. ചേർപ്പ് വല്ലച്ചിറയിൽ വില്ലേജ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.